അതോ ഇത് നിലത്തുകൂടു. ബിരിയാണി അല്ല ബിരിയാണി. മിനാണി അല്ല ബിരിയാണി പറയും. ജീവ ആ ബി ആ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം നമ്മൾ ഇന്ന് നേരെ ഇപ്പൻ്റെ അടുത്തേക്ക് പോകട്ടെ. നമ്മൾ അവിടെ നിന്നാണ് ഇന്ന് നമ്മളെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സോ ഞാൻ ഒരാളെ കാണിച്ചു തരാം. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു ഇൻട്രോ എടുത്തിട്ട് ബാക്കി കോസ്റ്റ്യൂം കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ നേരെ സിവാപ്പൂൻ്റെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. പത്തുമ മസിയാക്കാതെ ഗൈസ്, ഡോർ ലോക്ക് ചെയ്യണം. ഓക്കെ, സിവാപ്പൂൻ്റെ കോസ്റ്റ്യൂം കാണിച്ചേ. വാ, ഇതാരാ എനിക്ക് മേടിച്ചതേ? ഇപ്പപ്പന്റെ കോസ്റ്റ്യൂം ഇതല്ല, ഇത് മമ്മ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂമാണ്. ആ പറ്റോ സുഖലങ്ക് ഇന്ന് പെരുന്നാളാ എന്റെ. മിനാണി അല്ല ബിരിയാണി. മിനാണി അല്ല ബിരിയാണി പറയും. ജീവ ആ ബി ആ ആ രി യാ നീ ബിരിയാണി. ആമിനല്ല ബിയാത്തു. ആ നഞ്ച് പറ. ആ ബിരിയാണി. അത് കിട്ടിയില്ല, ഇനി ഇവിടുന്ന് കുറച്ച് ഇടാം. ജീവ അവിടെ പോയിട്ട് ഇന്നലെ പറഞ്ഞു കൊടുത്ത എന്തൊക്കെയാ പറഞ്ഞു ചെക്കന്മാരോട്. ഇപ്പ പടകം പൊട്ടിച്ചു, ഞങ്ങൾ ഓടി. നിങ്ങളെ ഡ്രസ് ഷേപ്പ് ആയതുകൊണ്ട് നോക്കണം. ഇത് ഉമ്മ ഇന്നലെ ഉണ്ടാക്കിയതാ, ഞാൻ പോയതിന്റെ ശേഷോ. എന്നിട്ട് എപ്പോഴാ നിങ്ങൾ കിടന്നുറങ്ങിയേ? ഇത് ഇതെന്താ കുനാഫ, ഇത് ക്യാരറ്റ് പുഡിങ്. ഓക്കെ ഗൈസ്, അതെ ഇത്രയും ദിവസം അല്ലേ പണിയിലേനു. പുഡിങ് ഉണ്ടാക്കിക്കണുമ്മ. ആ ഇപ്പൊ ഇരിക്ക് ഞാൻ വിളിപ്പിത്തരാ. ആ ജീവാന എവിടെ? ജീവാന പുറത്തിറങ്ങി അടിയാട്ടോ. ആ ഡ്രസ് ഊരി അല്ലെ ഫുഡ് കഴിക്കുമ്പോൾ ആ ഡ്രസ്സിലാക്കും. വേം പോര് ബാ ബാടി. അങ്ങനെ ഇപ്പൊ എടുത്ത ഡ്രസ്സ് ഇപ്പൊ സിവാപ്പ് ഇട്ടിട്ടോ ഗൈസ്. ഓക്കെ, ഒന്ന് കാണിച്ചു കൊടുക്ക്, ഡ്രസ്സ് കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ട് കേറേ നമ്മളെ അങ്ങനെ ചെറിയ ആപ്പന്റെ വീട്ടിലെത്തി. ആപ്പന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഓക്കെ, ഇനി നേരെ ഞങ്ങൾ പോയി കിടന്നുറങ്ങാട്ട്. കുറേ ദിവസത്തെ ഉറക്കുണ്ട്. കുറേ അമ്മായികളുടെ അടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ബാസിക്കാക്കും എനിക്കും ആണെങ്കിൽ തീരെ പറ്റണില്ല. ഉറക്കം ഒഴിച്ചിട്ട് നല്ല തലവേദന, നല്ല കണ്ണ് രണ്ട് വേദന. അപ്പോൾ ഇമ്മയും പറഞ്ഞ് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോളി പറഞ്ഞു. ഓക്കെ, നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ടൊന്ന് ഉറങ്ങണം. പെരുന്നാള് ഇങ്ങനൊരു പെരുന്നാളാവുമെന്ന് വിചാരിച്ചില്ല. അത്രയും വയ്യ കാരണം ഉറക്കില്ലാഞ്ഞിട്ടെ. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ പെരുന്നാളിൻ്റെ തലേന്നത്തെ. അത് ഞാൻ എന്തായാലും ഇതിൽ ആഡ് ആക്കാം കേട്ടോ. ജിവാപ്പൂർ ഇതാ ഇപ്പൊ വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടിട്ടുണ്ട് അല്ലേ? ഷോക്സ് ചെരുപ്പിട്ടിട്ടില്ല. സോനു കാക്ക ഒരു വർത്താനത്തിലെ ഗൈസ്. ഞാൻ ഇത്രയും നേരം വർത്താനൊക്കെ പറഞ്ഞു. ഈ മമ്മ അവിടെ എന്താ പറയാ പഴമൊക്കെ വെട്ടി, റോബസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി. ഞങ്ങൾ
ബാസിയാക്ക നല്ല ഉറക്കിന് കാറിൽ. ബാസിയാക്ക ഇപ്പം എണീച്ച് പോയത് അങ്ങോട്ട്. ഇല്ല അപ്പോ ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്. ഫ്ലൈറ്റിൽ പോയിട്ട് ഉറങ്ങണം. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞിരുന്നു ഇമ്മ പച്ച ഡ്രസ്സാണ് എടുക്കാറുണ്ടാ. ഡ്രസ്സൊക്കെ എടുത്തു. ഇവിടെ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ പോകണോ വിചാരിച്ചു. പക്ഷെ എനിക്ക് ബാസികാക്കൊക്കെ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാന്ന് വിചാരിച്ചില്ലമ്മ. തറവാട് മാത്രം സന്ദർശിച്ചു. ഞങ്ങൾ തറവാട് മാത്രം സന്ദർശിച്ചിട്ട് നേരെ പോവാ വിചാരിച്ചു. എല്ലാവരും ഇപ്പൊ ഉറങ്ങാൻ പോകും. ഞങ്ങള് ഇനി ഇവര് എല്ലായിടത്തേക്കും കറങ്ങാൻ പോകും. ഞാനും ബാസികാക്കി ജിവാപ്പ് പോയി കിടന്നുറങ്ങാൻ പോകും. ഇതാണ് അവസ്ഥ. അല്ല ഇപ്പൊ അല്ലേ ഇമ്മമ്മ അത് വരുന്ന ഉമ്മമ്മ വരുന്നുണ്ട് ഗൈസ്. ആ മാസത്തിന് പിടിച്ചോളി. ഓന്റെ കജ്ജ് പിടിച്ചു പോരി. ആ മാസത്തിന്റെ പോനെ വരാൻ നേരം വെക്കണില്ല. ഓന്റെ കജ്ജ് പിടിച്ചോളി. ഓനെ ജീവ ടോ പൊട്ടു മേ. ജീവ ടോ പൊട്ടു മേ. എന്നാ പപ്പക്ക് ഒരു കോലുമുട്ടായി ഇതാ, അല്ലെങ്കിൽ ടോ പൊട്ടും. ഞാനൊന്ന് വെക്കട്ടെ. ഞാനൊന്ന് വെച്ചിട്ട് ജിബി കൈക്ക് പിടിച്ച് പൊട്ടിച്ച ആ മെയ്ത്തിനും അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ആ മറ്റേ ഇതിലാറ് വലിപ്പുണ്ടോ? പക്ഷേ തീരെ കത്തിയില്ല. ഒരു മിഠായി തരാം. ജുബേ കമ്പിപ്പൂത്തിൽ എത്ര ആൾക്കാർ എത്ര സ്ഥലത്ത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? ഇത്ര കഥ ചന്തകവിച്ച് കൊടുക്കേ വരുന്നേ മോയെ. ഓളത് പൊട്ടിയപ്പോളേ കൈക്കുള്ളതേ കത്തിന് മറന്നോളൂ. അത് മേത്തട്ടി പൊള്ളൂലേ. ഇന്റെ അടുത്തേക്ക് എന്തിനാ വന്ന്? വേറെ ഒരു നാട്ടിൽ പോയിക്കൂടെ? വേണ്ടാത്ത പണിക്ക് പോവണ്ട. എത്ര രൂപ കത്തിയത്? ഇത് പൊട്ടിത്തെറിച്ചിന് എന്തോ ട്ടാ. മേലേക്ക് പോയ ഭാഗ്യം. സൈഡിക്കെങ്ങാനും വീണ എന്റെ പൊന്നേ. അല്ലോ അതോ ഇത് നിലത്തേക്കുള്ളൂ. മാണ്ടാത്ത പണിക്കാ നിന്ന് അവിടുന്നൊക്കെ പോട്ടിരുന്നു കഴിഞ്ഞ സന്തോഷായില്ലേ? തൃപ്തിയായില്ലേ? ഞാൻ അപ്പളെ പറഞ്ഞല്ലേ വേണ്ട. അല്ല നീ പഞ്ചായത്ത് കണ്ടില്ലല്ലോ. ചുരുക്കി പോയിന്. ഗൈസ് ചെറുമട്ടത്തിലൊന്ന് പാളി. ഒറ്റൊന്ന് പോലും പൊട്ടണ വീഡിയോ കിട്ടിയില്ല ഗൈസ്. അതൊക്കെ സൂപ്പറായി. പക്ഷെ ഇത് പാളി. ഇത് ആകാശത്ത് പോയി പൊട്ടണ്ടേനു. ഇത് മതിൽമ വെച്ചു. ഇത് കൊയിഞ്ഞാടി. പിന്നെ കണ്ട രംഗങ്ങളാണ് നമ്മളെ കണ്ട്. എനിക്ക് കുറച്ച് കരിനാക്കുള്ളൂ. ഞാൻ ജുബീന അപ്പ അവിടെ കണ്ടതാണ്. ഇവിടെ ഇവിടെ നേല് പോലെ ആ സൈഡിക്ക് വീണുന്ന് കണ്ടപ്പോ പും എന്നാ കാട്ട് കണ്ടുപോയി. ഈ ബൈക്കിന്റെ അവിടെ കണ്ടോ? ഇവിടക്കൊക്കെയാണ് എത്തിയത് തെറിച്ചിട്ട്.
ജോ എല്ലാ പ്രാവശ്യത്തും പെരുന്നാൾ പോലല്ല, എപ്രാവശ്യത്തെ പെരുന്നാളിന് ഞാനുണ്ട്. അതിന്റെ സന്തോഷത്തിന് കത്തിച്ചേട്ടാ. കഴിഞ്ഞ കൊല്ലൊന്നും പൊട്ടിച്ചിട്ടില്ലപ്പാ. അല്ല ഇജ് ഞാനും കുട്ടിയൊക്കെ ഉണ്ട് പ്രാവശ്യം. അതിന്റെ സന്തോഷത്തിന് പൊട്ടിക്കാൻ. എനിക്കും പൊതുവെ പടക്കം പൊട്ടിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം പൈസ കത്തിക്കണ പരിപാടിയാണ്. ഞാൻ അപ്പാനോട് പറഞ്ഞു. പക്ഷെ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ വന്ന സന്തോഷത്തിൽ പൊട്ടിക്കാണ്. അത് ഇപ്പൊ പണ്ട് ഹോൾസെയിലൊക്കെ പോയി വാങ്ങിക്കൊടുന്ന കണ്ട് പൊട്ടിച്ചേനു. ഇപ്പൊ കുറച്ച് ലെവലായതാണ്. സോനന് പണിയിട്ട് കൊടുക്കാം. ആൺകുട്ടിയല്ല പുരുഷനായോ? അപ്പൊ ഞാനിതാ ഇമ്മക്ക് മെയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തു. ഒറ്റ കൈമല് മാത്രം ഞാൻ വേറെ തിരക്കിലിട്ടോ. ഈ കൈമല് ഞാൻ ഇട്ടിട്ടില്ല. വാസിയാക്ക അങ്ങക്ക് വന്ന് ഇട്ട് കൊടുത്തൂടെ? ഇന്നെ കൈമലിട്ടോ. ഈ കൈമല ബാക്കി വെച്ചിക്കണു. നാളെ നമുക്ക് ഈ കൈമല ഇട്ട് കൊടുക്കണം. അപ്പൊ എല്ലാരോടും ഇപ്പൊ അമ്മ ഈ മുബാറക്ക് നാളെ വരാം. ഓക്കെ.